വന്യമൃഗ സാന്നിധ്യം പതിവായി മാറിയ തടിക്കളം ആവോലിച്ചാൽ റോഡിൽ യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന വിധം വളർന്നു നിന്ന ചെടികൾ വെട്ടിനീക്കി നാട്ടുകാർ. 5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് നാട്ടുകാർ മുന്നിട്ടിറങ്ങി ചെടികളും പടർപ്പുകളും വെട്ടിനീക്കിയത്. പഞ്ചായത്ത് പ്രതിനിധികളും വനം വകുപ്പ് അധികൃതരും സഹായ സഹകരണങ്ങളുമായി രംഗത്തെത്തി. രാവിലെ മുതൽ ആരംഭിച്ച കനത്ത മഴ വകവെക്കാതെയാണ് നാട്ടുകാരും പഞ്ചായത്ത് പ്രതിനിധികളും ചേർന്ന് കാട് വെട്ടിത്തെളിക്കാൻ മുന്നിട്ടിറങ്ങിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒപ്പം ചേർന്നു. കവളങ്ങാട് പഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഉൾപ്പെടുന്ന തടിക്കളം മുതൽ ആവോലിച്ചാൽ വരെയുള്ള 5 കിലോമീറ്റർ റോഡിന്റെ ഇരുവശവുമായി വളർന്നു നിൽക്കുന്ന ചെടികളും മരച്ചില്ലകളും കാട്ടുവള്ളികളും വെട്ടിമാറ്റുകയായിരുന്നു. തടിക്കളം ചെക്ക് പോസ്റ്റ് മുതൽ ആവോലിച്ചാൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് വനഭൂമിക്ക് നടുവിലൂടെയാണ് റോഡുള്ളത്. നാളിതുവരെയായി ഇവിടെ വൈദ്യുത ഫെൻസിങ്ങോ മറ്റ് സംരക്ഷണ വേലികളോ സ്ഥാപിച്ചിട്ടില്ല. ഇക്കാരണം കൊണ്ട് തന്നെ മ്ലാവ്, കാട്ടാന തുടങ്ങിയവ റോഡിൽ ഇറങ്ങുന്ന സാഹചര്യവും നിലനിന്നിരുന്നു. മ്ലാവ് റോഡിന് കുറുകെ ചാടി ആവോലിച്ചാൽ സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ സാഹചര്യം ഒഴിവാക്കാനും വന്യമൃഗങ്ങൾ റോഡിൽ നിന്നാൽ എളുപ്പം കാഴ്ചയിൽപ്പെടാനും കാട് വെട്ടിത്തെളിക്കുന്നതിലൂടെ സാധ്യമാകും. ഇതേക്കുറിച്ച് വാർഡ് മെമ്പർ ജോഷി ഇങ്ങനെ വ്യക്തമാക്കുന്നു. കവളങ്ങാട് പഞ്ചായത്തിന്റെ ഊന്നുകലിൽ നിന്നും ആവോലിച്ചാൽ വഴി നേര്യങ്ങളത്തേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡിന്റെ സമീപ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരം ഉണ്ട്. 6 മണി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ കാട്ടാനശല്യം ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല. പോരാതിന് കേഴ, ബ്ലാവ് തുടങ്ങിയ മൃഗങ്ങൾ നിരന്തരം ഈ റോഡ് വട്ടം ചാടുകയും യാത്രക്കാർക്ക് പരിക്കുപറ്റുകയും ചെയ്യാറുണ്ട്. അതിന് ചൊല്ലിയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടി ഇവിടെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് കാട് വെട്ടാനും തീരുമാനിച്ചത്. വനം വകുപ്പ് അധികൃതരും മേൽനോട്ടവുമായി ഒപ്പം എത്തിയിരുന്നു. ഈ ഭാഗത്ത് വൈദ്യുതി വേലി തീർക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും വാർഡ് മെമ്പർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV